നമ്മളെല്ലാവരും വീടുകളിൽ വെണ്ടയ്ക്ക മപ്പാസ്, വെണ്ടയ്ക്ക തീയൽ, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി എല്ലാം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമ്മളെല്ലാം നേരിടുന്ന ഒരു പ്രശ്നമാണ് വെണ്ടയ്ക്കായിൽ ഇങ്ങനെ വഴുവഴുപ്പോടെ ഇങ്ങനെ എണ്ണയിലിട്ട് വഴറ്റുമ്പോൾ ഇങ്ങനെ വഴുവഴുപ്പോടെ വരുന്നത് കാണാം. അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. സാധാരണ പുളിയ്, നാരങ്ങാ നീര് ഇതൊക്കെ ഒഴിച്ചാണ് ഈ വഴുവഴുപ്പ് മാറ്റാറുള്ളത്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ തന്നെ നല്ലൊരു രീതി ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. പാൻ വെച്ചിട്ടുണ്ട്, പാൻ ചൂടായി. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക എടുക്കുകയാണ്. വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഏത് രീതിയിലാണ് അരിയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെ വട്ടത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ എല്ലാത്തിലും എണ്ണ പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കുക. അതിനുശേഷം എടുത്ത് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ വെണ്ടയ്ക്കയിലെ ആ വഴുവഴുപ്പ് തീരെയും കാണാത്ത പോലെ നമുക്ക് അനുഭവപ്പെടും. എല്ലാത്തിലും ഒരുവിധ എണ്ണ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇതുപോലൊരു അടപ്പെടുത്ത് ഇങ്ങനെ അടച്ചു വയ്ക്കുക. ഒരു 2-3 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മളിത് തുറക്കാവുള്ളൂ. എന്നിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇതിൻ്റെ വഴുവഴുപ്പ് തീരെ ഇല്ലാത്തതുപോലെ നമുക്ക് കാണാം. ഇപ്പോഴ് ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മളിത് തുറക്കുകയാണ്. ഇടയ്ക്ക് ഞാനിത് തുറന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു. നോക്കിക്കേ, വെണ്ടയ്ക്കയെല്ലാം തന്നെ ഒരു വഴുവഴുപ്പും ഇല്ലാതെ ഇങ്ങനെ കിടക്കുന്നത് കാണാം. എല്ലാം ഒന്നൊന്നേലൊട്ടാതെ കിടക്കുകയാണ്. വളരെ നല്ലൊരു മാർഗ്ഗമാണ്. നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക. ഇനി നിങ്ങൾക്കിത് സാമ്പാറിലോ തീയലിനോ മപ്പാസിനോ എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിൻ്റെ വഴുവഴുപ്പ് പോയിരിക്കുകയാണ്.